അതൊക്കെ ആദ്യമേ ശ്രദ്ധിക്കേണ്ടതായിരുന്നു. നീ അന്ന് കണ്ടില്ലേ, ആ മർക്കുലസ് ആദ്യം എന്നെ കണ്ടപ്പോ ആദ്യമേ ഒന്ന് ബഹുമാനിച്ചത്? നമ്മൾ ശക്തന്മാരാണെന്നാണ് ആദ്യ കാഴ്ചയിൽ എല്ലാവർക്കും തോന്നുന്നത്. അതായത് ആദ്യമേ നമ്മൾ ശക്തന്മാരായി അഭിനയിച്ചിരുന്നെങ്കിൽ ഞാൻ എപ്പോഴേ ഈ കാട്ടിലെ രാജാവായേനെ. ഞാൻ മന്ത്രിയും. ഓ, നമുക്കങ്ങ് സുഖിക്കാമായിരുന്നു. വിശപ്പ് മാറ്റാനൊരു മാനിനെ കൊല്ലണമെങ്കിൽ വരുത്തന്മാരുടെ സമ്മതം വാങ്ങണം. ഓ, മടുത്തു. ആ, ഒന്നും കഴിക്കാതെ താനിപ്പോ ഉണക്കസ്രാവിനെ പോലുണ്ട്. താൻ ഉണക്കമത്തിയെ പോലെയും. ഏയ്, നമ്മൾ പരസ്പരം കളിയാക്കാതെ ഒത്തൊരുമിച്ചു പ്രവർത്തിച്ചാൽ എല്ലാവരും നമ്മളെ കണ്ടാൽ പേടിച്ചു വിറയ്ക്കും. നല്ല തമാശ. നിന്നെ ആരാ ഇങ്ങോട്ട് വിളിച്ചത്? വിളിച്ചിട്ട് വരാൻ. ഇതെന്താ കല്യാണമാണോ? ഈ പൂവള്ളി വനത്തിൽ എനിക്കെവിടെയും എപ്പോഴും വരാൻ ആരുടെയും സമ്മതം വേണ്ട. ഈ കാട് അറിയപ്പെടുന്നത് തന്നെ ചുടായിപ്പന്റെ പേരിലാണ്. അങ്ങനല്ല, ഈ കാട് കുപ്രസിദ്ധി നേടിയത് താൻ കാരണമാണ്. എന്താ രണ്ടുപേരും കൂടി വല്ല ഉടായിപ്പും ഒപ്പിക്കാനുള്ള പരിപാടിയാണോ? അത് നിന്റെയും നിന്റെ ഉടങ്കൊല്ലി ശിഷ്യന്റെയും ഏർപ്പാടല്ലേ? എന്ത് രസായി ഇങ്ങനെ പറക്കാൻ. കാട്ടിലെ അലവലാതി മൃഗങ്ങളുടെ ശല്യമില്ലല്ലോ ഇവിടെ. ഇതെന്താ കഥ? നമ്മുടെ പൂവള്ളി വനത്തിലെ മണങ്ങൂസൻ സിംഹമല്ലേ ഇത്? ഈ ചിറകൊക്കെ ഇത് എവിടുന്ന് സംഘടിപ്പിച്ചു? അതേടാ, ഞാൻ തന്നെയാ. നിങ്ങൾക്കൊക്കെ എന്നെ പുച്ഛമായിരുന്നില്ലേ? എനിക്ക് പറക്കാനുള്ള കഴിവ് കിട്ടി. ഈ ആകാശത്ത് ഞാൻ രാജാവാടാ, രാജാവ്. എന്നാര് പറഞ്ഞു? ഞാൻ പറഞ്ഞു, ഞാൻ തന്നെ. കണ്ട അണ്ടനും അടങ്ങോടനും ഇങ്ങനെ പറക്കാൻ തുടങ്ങിയ നമ്മളാകെ ബുദ്ധിമുട്ടിലാകുമല്ലോ കാക്കച്ചേട്ടാ. എന്നാ ഞാൻ പോട്ടെ. കാക്കച്ചേട്ടാ, എന്തൊക്കെയാ ഇവിടെ നടക്കുന്നേ? ഒന്നുമില്ലേലും അവനൊരു സിംഹമല്ലേ, സുഖിക്കട്ടെ. എന്ത് സുഖമാണീ വാനം, എന്ത് സുഖമാണിങ്ങനെ പറക്കാൻ. ഇവിടെ ആവുമ്പം ഒരുത്തരെയും പേടിക്കണ്ടല്ലോ. ഏതാടാ നീ? കണ്ടിട്ടെന്തോ പന്തികേട് പോലെ തോന്നുന്നുണ്ടല്ലോ. അത് ഞാൻ പൂവള്ളി വനത്തിലാ. ആ ചുടായിപ്പൻ കുറുക്കൻ തന്റെ വനത്തിലല്ലേ? ലെവന്റെ പ്രശസ്തി ആകാശത്തുമെത്തിയോ? അതെ അതെ, അവൻ പൂവള്ളി വനത്തിലാ. താനാണോ പൂവള്ളി വനത്തിലെ രാജാവ്? അതെ. അല്ല. എന്തോ നടേ ഒരു വിറയൽ? അത് പിന്നെ എനിക്ക് ചേട്ടാ ഈ സ്ഥാനമോഹങ്ങളില്ല.